നിവിൻ പോളിയുടെ പ്രതിച്ഛായ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അങ്ങനെ സെൻസറിങ് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ന്യൂ സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫാമിലി ഓഡിയൻസിന് കാണാൻ സാധിക്കുന്ന സിനിമ. അത് മാത്രമല്ല സിനിമയുടെ ബുക്കിംഗ് അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നു മുതൽ. എന്തായാലും ഈ വരുന്ന മാർച്ച് 26 തന്നെയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ ബി ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ നിവിൻ പോളി, ഷർഫുദ്ദീനൊക്കെ സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരാൻ പോകുന്നത്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറിയിലാണ് ഈ ഒരു സിനിമ വരാൻ പോകുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാം. നമുക്ക് സിനിമയുടെ പ്രൊമോഷൻ വർക്കൊക്കെ നിലവിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. അടുത്ത ദൃശ്യം എന്ന സിനിമയുടെ 3-ാം ഭാഗത്തിന്റെ റിലീസ് അപ്ഡേറ്റ് തന്നെയാണ്. പടം മെയ് മാസമാണ് റിലീസ്. ഏപ്രിൽ മാസം വാഴ സിനിമയുടെ ക്ലാഷ് റിലീസ് അങ്ങ് ഒഴിവായിരിക്കുകയാണ്. ഇപ്പോൾ മെയ് 21 ലാലേട്ടൻ്റെ പിറന്നാൾ ദിനത്തിൻ്റെ അന്നാണ് സിനിമേൻ്റെ റിലീസ് വരാൻ പോകുന്നത്. മെയ് 21. എന്തായാലും പടത്തിൻ്റെ റിലീസ് മാറ്റിയത് മണ്ടത്തരമായി. കാരണം ആടുന്ന സിനിമ ഈ ഒരു വാറുള്ള സമയത്ത് തന്നെയാണ് റിലീസ് വന്നത്. എന്നാൽ പോലും സിനിമയ്ക്ക് നല്ലൊരു ഗ്രോസ് കളക്ഷൻ കാണുന്നുണ്ട് നിലവിലെ സിറ്റുവേഷൻസിൽ. എന്തായാലും ജിത്തു ജോസഫിൻ്റെ ദൃശ്യം എന്ന സിനിമയുടെ 3-ാം ഭാഗത്തിൻ്റെ റിലീസായിട്ട് കാത്തിരിക്കും മെയ് 21. അങ്ങനെ വാഴ സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു പോസ്റ്റർ വന്നിരിക്കുകയാണ്. സിനിമേൻ്റെ റിലീസ് ഒഫീഷ്യലായ രീതിയിൽ തന്നെയായിട്ട്. സിനിമ റിലീസൊന്നും മാറ്റുന്നില്ല. ഏപ്രിൽ 2 തന്നെയാണ് പടം റിലീസ് ചെയ്യാൻ പോകുന്നത്. ഹാഷിറൊക്കെ ടീമായിട്ട് വരുന്ന സിനിമ. തിരക്കഥ വിപിൻ ദാസ് ആണ്. ഡയറക്ഷൻ ശിവൻ SA ആണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് വാഴ സിനിമേൻ്റെ റിലീസിനായിട്ട് ഏപ്രിൽ മാസം 2. അടുത്ത അപ്ഡേറ്റ് കറുപ്പ് സിനിമേൻ്റെ തന്നെയാണ്. സൂര്യണ്ണൻ, അതുപോലെ തന്നെ RJ ബാലാജി, തൃഷ, യോഗി ബാബു എന്നിവർ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് കറുപ്പ്. സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് RJ ബാലാജിൻ്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ബേബി കണ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ടാണ് RJ ബാലാജി സിനിമയിൽ വരാൻ പോകുന്നത്. മ്യൂസിക് നമ്മുടെ സയബെങ്കർ ആണ്. പടത്തിൻ്റെ 2-ാം സിംഗിളിൻ്റെ അപ്ഡേറ്റ് ഉടൻ വരുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് RJ ബാലാജി ട്വിറ്ററിൽ. എന്തായാലും പടത്തിൻ്റെ ഓവർസീസ് റൈറ്റ്സ് മേടിച്ച് നമ്മുടെ ഫാസ്റ്റ് ഫിലിംസ് ആണ്. നിലവിൽ ഓവർസീസ് റിലീസ് ഫാസ്റ്റ് ഫിലിംസ് ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. മെയ് മാസം 14 സിനിമ വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് മെയ് 14 പടത്തിൻ്റെ റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് പ്രഭാസിന്റെ കൽക്കി സിനിമയുടെ 2-ാം ഭാഗത്തിന്റെ തന്നെയാണ്. കൽക്കി 2898 AD എന്ന സിനിമ. പടത്തിൽ നമ്മുടെ ദുൽഖർ സൽമാനും എക്സ്റ്റൻഡ് ആയ കേമിയോ റോൾ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ ഹൈദരാബാദ് ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നമ്മുടെ ദുൽഖർ സൽമാൻ ജോയിൻ ആയിരിക്കുകയാണ്. നമ്മുടെ ക്യാപ്റ്റൻ ഇസ് ബാക്ക് എന്ന് പറയേണ്ടി വരും നമുക്ക്. പ്രഭാസം സിനിമേൻ്റെ പുതിയ ഷെഡ്യൂളിൽ ജോയിൻ ആയിട്ടുണ്ട്. കൽക്കി 2898 AD എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി നാഗാശ്വിനാണ് സംവിധാനം ചെയ്യുന്നത്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് പള്ളിച്ചട്ടമ്പി സിനിമേൻ്റെ ടീസർ അപ്ഡേറ്റ് തന്നെയാണ്. നിലവിൽ പടത്തിൻ്റെ ടീസർ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സർപ്രൈസ് ആയിട്ട് ഈവനിങ് സിനിമയുടെ ടീസർ അനൗൺസ്മെന്റ് പുറത്തിറങ്ങിയത്. ടൊവിനോ തോമസ്, കൈതു ലൊഹാറൊക്കെയാണ് സിനിമയിൽ കാസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. മ്യൂസിക് നമ്മുടെ ജേക്സ് ബിജോയ് ആണ്. ഡിജോ ജോസ് ആന്റണിയാണ് പടം സംവിധാനം ചെയ്യുന്നത്. ഏപ്രിൽ 9 പടം റിലീസ്. പടത്തിന്റെ ടീസർ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ആവറേജ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ പ്രൊമോഷൻ മെറ്റീരിയൽസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് സിംബുവിൻ്റെ 51ാമത്തെ സിനിമേൻ്റെ തന്നെയാണ് STR 51. നമ്മുടെ ഡ്രാഗൺ സിനിമയുടെ സംവിധായകനായ ഡയറക്ടറായ അശ്വന്ത് മാരിമുത്താണ് സംവിധാനം ചെയ്യുന്നത്. പടത്തിന്റെ ഷൂട്ടിംഗ് മെയ് 1 സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇതൊരു ഫാന്റസി, ലവ്, ആക്ഷൻ, കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. STR 51 നമ്മുടെ തമിഴിലെ തന്നെ സന്താനം അല്ലെങ്കിൽ ഒരു കോമഡി ക്യാരക്ടർ ചെയ്യുന്ന സന്താനവും സിനിമയിൽ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ വരുന്നുണ്ട്. STR 51 എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ STR 51 എന്ന് പറഞ്ഞ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. നമ്മുടെ കണ്ണൂർ സ്ക്വാഡ്, നമ്മുടെ ജോർജ് മാർട്ടിൻ വീണ്ടും തിരിച്ചു വരാൻ പോവുകയാണ്. കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിൽ മമ്മൂക്ക. എന്തായാലും അതേ ടീം തന്നെയാണ് വീണ്ടും വരാൻ പോകുന്നത് പുതിയൊരു കേസ് തെളിയിക്കാനായിട്ട്. എന്തായാലും കണ്ണൂർ സ്ക്വാഡ് സിനിമയുടെ ഷൂട്ടിംഗ് അനുസരിച്ച് കേൾക്കാൻ സാധിക്കുന്ന അപ്ഡേറ്റ് പടം നിർമ്മിക്കാൻ പോകുന്ന മമ്മൂക്ക കമ്പനി തന്നെയാണ്. മമ്മൂട്ടി കമ്പനി ആയിരിക്കും. എന്തായാലും നിതേഷ് സഹദേവന്റെ ആ ഒരു സിനിമയ്ക്ക് ശേഷമായിരിക്കും മമ്മൂട്ടി കമ്പനി കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. കേൾക്കാൻ സാധിക്കും നമ്മുടെ മലയാളം ആക്ടറായ നമ്മുടെ ജിബിൻ ഗോപനാഥ് നമ്മുടെ അറസൻ എന്ന് പറഞ്ഞ നമ്മുടെ വെട്രിമാരൻ സിംബു സിനിമയിൽ ജോയിൻ ചെയ്തു എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയിൽ വെച്ചിട്ട്. വിജയ് സേതുപതിയൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് കൂടെ തന്നെയായിട്ട്. അത് മാത്രമല്ല സിനിമേൻ്റെ ഒരു പുതിയൊരു സീൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് ചെന്നൈയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ. പ്രിയങ്ക മോഹൻ, യോഗി ബാബു, ജോൺ വിജയ്, മുനർ നവേഷ് എന്നിവരൊക്കെ സിനിമയിൽ സീൻസിൽ ജോയിൻ ആയി എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് അറസൻ സിനിമയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതൊരു യൂണിവേഴ്സ് പോലെയാണ് വരാൻ പോകുന്നത്. വടച്ചെന്നൈ സിനിമയുടെ സെക്കൻഡ് പാർട്ടൊക്കെ ഇതിൻ്റെ ആസ്പദമാക്കിയിട്ടായിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്നത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് പ്രിയദർശന്റെ 100ാമത്തെ സിനിമേൻ്റെ തന്നെയാണ്. പ്രിയദർശന്റെ 100ാമത്തെ സിനിമ ലാലേട്ടനായിട്ടായിരിക്കും ടീമപ്പ് ചെയ്യാൻ പോകുന്നത്. നിർമ്മിക്കാൻ പോകുന്ന വേറെ ആരുമല്ല നമ്മുടെ ആശീർവാദ് സിനിമാസ് ആയിരിക്കും. പിന്നെ കോ പ്രൊഡ്യൂസ്ഡ് ബൈ നമ്മുടെ ബിനു ജോർജ് അലക്സാണ്ടറും ആയിരിക്കും. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് എന്ന് ആരംഭിക്കും ചോദിക്കുന്നവർക്ക് ഈ ഒരു വർഷം ലാസ്റ്റ് ആയിട്ടായിരിക്കും പടത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഹൈ ചാൻസ് കാണുന്നത്.
എന്തായാലും കാത്തിരിക്കാം നമുക്ക് ലാലേട്ടൻ പ്രിയദർശൻ കോംബോ സിനിമയ്ക്കായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ഡിസ്ക്രിപ്ഷൻ. സിനിമ വാർത്ത അവസാനിക്കുന്നില്ല, ഒരു അപ്ഡേറ്റും കൂടിയുണ്ട്. നമ്മുടെ സേതുരാമയ്യർ തിരിച്ചു വരാൻ പോവുകയാണ്. നമ്മുടെ CBI 6 കേൾക്കാൻ സാധിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് നമ്മുടെ ഐക്കോണിക് ക്യാരക്ടറായ മമ്മൂക്കയുടെ CBI 6 തിരിച്ചു വരാൻ പോവുകയാണ്. എന്തായാലും ഒരു യങ് ടീം ആയിരിക്കും ഈ ഒരു പടം ചെയ്യാൻ പോകുന്നത്. കേൾക്കാൻ സാധിക്കും രേഖാചിത്രം എന്ന സിനിമയുടെ സംവിധായകനായ ജോഫിൻ ടി ചാക്കോ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ടീമായിരിക്കും ഈ ഒരു CBI എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഈ ഒരു പ്രൊജക്ട് ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നു, CBI 6. എന്തായാലും ഈ ഒരു സിനിമയും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുമെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ റൂമേഴ്സ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. കാത്തിരിക്കാൻ നമുക്ക് CBI 6 എന്ന സിനിമേൻ്റെ അപ്ഡേറ്റിനായിട്ടും. കൂടുതൽ സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ഡിസ്ക്രിപ്ഷൻ ചാനൽ.